കാറ്റിസം 9ാം ക്ലാസ്സിലെ ബൈബിൾ പഠന സഹായി സെക്കൻഡ് ടൈമിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പൗലോസ്ലീഹായുടെ ബന്ധനകാല ലേഖനങ്ങൾ ഏതെല്ലാം? എഫെസസുകാർക്കും കൊളോസുകാർക്കും ഫിലമോനും ഫിലിപ്പിക്കാർക്കുമുള്ള ലേഖനം. 2. ഫിലിപ്പക്കാർക്കുള്ള ലേഖനത്തിൽ ക്രിസ്തുവിജ്ഞാനത്തിന്റെ രത്നം ചുരുക്കം അവതരിപ്പിക്കുന്ന ഭാഗം. 2-ാം അധ്യായം 3 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. 3. പൗലോസിന്റെ വംശവും ഗോത്രവും. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും. 4. സർവ്വനഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. പൗലോസ്ലേക്ക് വിലക്കപ്പെട്ടത് എന്താണ്? യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം. 5. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. കൊളോസസുകാർക്ക് സുവിശേഷം ശ്രവിക്കുകയും ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തത് ആരിൽ നിന്നാണ്? എപ്പഫ്രാസിൽ നിന്ന്. 2. നിക്യ കോൺസ്റ്റന്റിനോടൊപ്പം വിശ്വാസ പ്രമാണത്തിലും കൊളോസസ് 1-ാം അധ്യായം 15-16 പൊതുവായി കാണുന്ന വിശ്വാസവാചകം. എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദിജാതനുമാണ്. 3. നമുക്കുണ്ടാകുന്ന പീഡനങ്ങളും വേദനകളും ഏത് കാഴ്ചപ്പാടിലൂടെ സഹിക്കണമെന്നാണ് 1:24 സ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തും. 4. എങ്ങനെയുള്ള വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ച് കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവാനാണ് സ്ലീഹ ആവശ്യപ്പെട്ടത്? അവനിൽ വേദൂർപ്പിക്കപ്പെട്ടതും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനം ചെയ്യുവിൻ. 5. ക്രിസ്തുവിനോടൊപ്പം എപ്പോഴാണ് നാം സംസ്കരിക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തത്? ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം മൂലം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടു. പേജ് നമ്പർ 18. ദൈവിക പുണ്യങ്ങളെക്കുറിച്ച് 1:3 പ്രതിപാദിക്കുന്ന പദപ്രയോഗങ്ങൾ എന്തെല്ലാം? വിശ്വാസം, സ്നേഹം, പ്രത്യാശ. 2. എപ്രകാരമാണ് പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് തെസ്സലോനിക്കാരെ സുവിശേഷം അറിയിച്ചത്? വചനത്താൽ മാത്രമല്ല, ശക്തിയിലും. 3. മരിച്ചവർ എന്ന പദത്തിന് പകരം സ്ലീഹ ഉപയോഗിക്കുന്ന പദപ്രയോഗം എന്ത്? നിദ്ര പ്രാപിച്ചവർ. മരിച്ചവർ എന്ന പദത്തിന് പകരം സ്ലീഹ ഉപയോഗിക്കുന്ന പദപ്രയോഗം എന്ത്? നിദ്ര പ്രാപിച്ചവർ. 4. പകലിന്റെ മക്കളുടെ സവിശേഷത എന്ത്? സുബോധമുള്ളവരാണ്. 5. കർത്താവിന്റെ ദിനം എപ്രകാരം വരുമെന്നാണ് വിശേഷിപ്പിക്കുന്നത്? രാത്രിയിൽ കള്ളനെ പോലെ. പേജ് നമ്പർ 20. 1. കർത്താവിന്റെ സന്നിധിയിൽ നിന്നും മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കുന്നത് ആരൊക്കെയാണ്? ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവരും യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരും. 2. അരാജകത്തിന്റെ അജ്ഞാത ശക്തിയെ പ്രകാരമാണ് സംഹരിക്കുന്നതും നാമവിശേഷമാക്കുന്നതും. കർത്താവായ യേശു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസമാണ് അവനെ സംഹരിക്കുകയും തന്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും. 3. ആരുടെ മഹത്വം ലഭിക്കുന്നതിനു വേണ്ടിയാണ് സുവിശേഷത്തിലൂടെ ദൈവം നിങ്ങളെ വിളിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം. 4. നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ ഒരു കൽപ്പന നൽകി. കൽപ്പന എന്ത്? അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. 5. തെസ്സലോനിക്കാർക്കുള്ള 2-ാം ലേഖനത്തിലെ അവസാന വാക്യം എന്ത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.